ടീച്ചർ കുട്ടികളോട് പറഞ്ഞു, നിങ്ങൾക്ക് എന്താവാനാണ് ആഗ്രഹം അതൊരു പേപ്പറിൽ എഴുതി കൊണ്ടുവരണം, കൂടെ അതിനുള്ള കാരണവും. എല്ലാ കുട്ടികളും എഴുതി കൊണ്ടുവന്നു. ഡോക്ടർ മുതൽ കലക്ടർ വരെ അതിലുണ്ട്. അതിലൊരു കുട്ടി എഴുതിയിട്ടുണ്ട്, എനിക്ക് വീട്ടിലെ ടി വി ആയാൽ മതി. അതിനുള്ള കാരണം എന്താ എഴുതിയിട്ടുണ്ട്, വീട്ടിലെല്ലാവരും ഒരുമിച്ചിരിക്കുന്ന സമയത്ത് നോക്കുന്നത് ടി വിയിലേക്കാണ്, അതുകൊണ്ട് എനിക്ക് വീട്ടിലെ ടി വി ആയാൽ മതി. അപ്പോൾ എനിക്ക് എല്ലാവരുടെയും നോട്ടം ഇതിലേക്ക് എത്തുമല്ലോ. ടീച്ചർ എഴുതിയ കുട്ടിയുടെ പേര് നോക്കും. ആ ക്ലാസ്സിലെ ടീച്ചറുടെ തന്നെ സ്വന്തം മോനായിട്ടുള്ള കുട്ടിയാണ് അത് എഴുതിയിട്ടുള്ളത്. ഈ കാര്യം ടീച്ചർ വീട്ടിൽ ചെന്ന് ഹസ്ബൻഡിനോട് പറഞ്ഞു. പക്ഷേ നമ്മുടെ മോനാണെന്ന് മാത്രം പറഞ്ഞില്ല, ക്ലാസ്സിലെ ഒരു കുട്ടി ഇങ്ങനെ എഴുതിയെന്ന് പറഞ്ഞു. അത് കേട്ടതും ഹസ്ബൻഡ് ആകെ റോങ് ആയി. കാരണം ഇങ്ങനെയാണ് കുട്ടികളെ വളർത്തേണ്ടത്. ആ കുട്ടിയുടെ പാരൻസിനെ ഉടനെ വിളിച്ചറിയിക്കണം എന്ന് പറഞ്ഞ് ഒരുപാട് ചൂടാവുകയും കർക്കശമായി സംസാരിക്കുകയും ചെയ്തു. എല്ലാം കേട്ട് നിന്ന് ഒടുവിൽ ടീച്ചർ കാര്യം പറഞ്ഞു, മറ്റ് ആരുടെയും കുട്ടിയല്ല, നമ്മുടെ സ്വന്തം കുട്ടിയാണ് ഇങ്ങനെ എഴുതിയിട്ടുള്ളത്. ശരിക്കും ഈ ഒരു അവസ്ഥയാണ് നമ്മുടെ ലൈഫിലുള്ളത്. മറ്റുള്ളവരെന്ത് ചെയ്യുന്നു, മറ്റുള്ളവർ തെറ്റെന്താണെന്ന് നോക്കി നടക്കുകയല്ലാതെ നമ്മുടെ സ്വന്തം തെറ്റ് നമ്മൾ ഒരിക്കലും ചിന്തിക്കാറോ അതിനെക്കുറിച്ച് ആലോചിക്കാറോ ഇല്ല. ശരിക്കും നമ്മൾ ആദ്യം നോക്കേണ്ടത് നമ്മിലേക്കല്ലേ.